ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരു അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ മുളക് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ പൊടിയല്ല ചേർക്കുന്നത്, മുളകായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് ഒരു 7-8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി കാശ്മീരി ചില്ലിയാണ്, നമ്മുടെ പിരിയമുളക്. ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഞാനൊന്ന് കഴുകി വെച്ചതാണ്. നമുക്കിനി അത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. പിരിയമുളക് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിരിയമുളക്, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മുളക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണക്ക കൊഞ്ചൊന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൊഞ്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഉണക്ക കൊഞ്ച് നന്നായിട്ട് കഴുകി ഞാൻ ഊറ്റിയെടുത്തതാണ്. കുറച്ച് തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോഴേക്കും സ്വാഭാവികം അതങ്ങ് പൊക്കോളും. അപ്പോൾ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൊഞ്ച്, ഇത്രയും കൊഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കൊഞ്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ തലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മളെടുക്കാൻ. അച്ചാറിന് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വേറെ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഉണക്ക കൊഞ്ച് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? ഇത്രയും മതി. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ. നമുക്കിനി ഇത് കോരിയെടുക്കാം. കൊഞ്ച് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ കൊഞ്ച് വറുത്തെടുത്ത അതേ പാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച മുളക് ഇതുപോലെ അരച്ചെടുക്കുക, പേസ്റ്റാക്കി. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, മുളക് മാത്രം ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ അല്പം മതിയാവും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടണം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചതാണ്. ഇത് ഒരു വെളുത്തുള്ളി, അതായത് ഒരു മുഴുവൻ വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി എടുത്തതാണ്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും ചേർത്തിട്ട് അതും ചെറുതായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് പൊള്ളി വരും. ആ ഒരു പരുവാകുമ്പോഴേക്കും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകത്തിന് വഴറ്റിയെടുക്കാം. മുളക് നന്നായിട്ട് വഴറ്റിയെടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ ഇത് പകുതി വിനാഗിരിയും പകുതി തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. പച്ചവെള്ളം ചേർക്കരുത്. ഇത് നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാം.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉണക്കക്കൊഞ്ചിൽ ഉപ്പുണ്ടാവും, പക്ഷേ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടൊക്കെയല്ലേ എടുക്കുന്നത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് കുറേശ്ശെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയെല്ലാം ഉണക്കക്കൊഞ്ചിലോട്ട് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ആ ഗ്രേവിയൊക്കെ ഉണക്കക്കൊഞ്ചിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അച്ചാറല്ലേ, ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കായവും ഒക്കെ നോക്കിക്കോണം. കായം കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി ചേർക്കാം. ഉപ്പ് നോക്കിക്കോണം. ഒരു ഏകദേശമൊക്കെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എങ്കിലും ഏകദേശം 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെക്കാം. അച്ചാർ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഉണക്ക ചെമ്മീൻ അച്ചാർ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.